എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു ഐശ്വര്യപൂർണമായ 2025 ആശംസിക്കുകയാണ്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം പല പ്രാവശ്യം ഞാൻ തന്നെ പറഞ്ഞതാണ്, പല രീതിയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്നത്തെ പത്രത്തിലും വായിക്കുമ്പോൾ രണ്ട് വാർത്തകൾ, ഒന്നടങ്ങും മലയാള മനോരമയിൽ ഒന്നടങ്ങൂ പടയപ്പേ എന്ന് പറഞ്ഞിട്ടൊരു കാട്ടാനയുടെ ഫോട്ടോയൊക്കെ വെച്ച് നല്ലൊരു പോസ്റ്റർ, അതുപോലെ കാട്ടാന തകർത്ത കട എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഫോട്ടോകൾ, ആ കൂട്ടത്തിന് വേളൂർ ഭാഗത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വേളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം 6ഓളം കാട്ടാനകൾ ഇറങ്ങി കൃഷിയിടത്തിൽ കയറി കൃഷികൾ നശിപ്പിച്ചു, ആൾക്കാരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ പടയപ്പ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അന്യഗ്രഹ ജീവിയോ അല്ലെങ്കിൽ അമാനുഷികമായ ശക്തിയുള്ളൊരു സംഭവത്തിൽ ആനയാണ്, ഒരു കാട്ടാന. അതിനെ പിടിച്ച് നാട്ടിൽ വിളിച്ച് മെരുക്കിയാൽ അത് നമ്മൾ പറയുന്നൊരു ഇടത്താനെ വടത്താനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുനടക്കുന്ന പോലെ കൊണ്ടുനടക്കാൻ പറ്റിയൊരു ആന. അപ്പോൾ ഈ ഒരു ആന ദിവസങ്ങളായിട്ട് പല പത്രങ്ങളും ചാനലുകളും ഈ ഒരു ആനയെ മാത്രമല്ല ഏത് കാട്ടുമൃഗം വന്ന് എന്ത് മോശമായിട്ടുള്ള പരിപാടി, അതായത് സമൂഹത്തിന് ഇല്ലെങ്കിൽ മനുഷ്യന് ഭൂമിക്ക് ദോഷമായിട്ടുള്ള എന്ത് കാര്യം ചെയ്താലും അത് വലിയ കാര്യമായിട്ട് കൊട്ടിഘോഷിക്കൊണ്ട് നടക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങളെല്ലാവരും വഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. ഇതാരും ചെയ്യുന്നത് മഹത്തായ കാര്യമൊന്നുമില്ല. ഈ പടയപ്പയായാലും ഇതിൽ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള മറ്റ് ആനകളായാലും ഇനി പേരിടാത്ത മറ്റ് പല ജീവജാലങ്ങളായാലും ഇതൊന്നും മനുഷ്യനോ സമൂഹത്തിനോ ഭൂമിക്കോ ഗുണമുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുങ്ങളെ ഇങ്ങനെ അഴിച്ചുവിട്ടിരിക്കുന്നത്? അപ്പം ഇവർ സ്ഥിരബുദ്ധിയുള്ള സാധനങ്ങളല്ലെന്നും ഇല്ലെങ്കിൽ വിവേചന ബുദ്ധിയുള്ള വസ്തുക്കളല്ലെന്നും ഇത് കാട്ടുമൃഗങ്ങളാണെന്നും അവർക്ക് തോന്നുന്ന പോലെ ചെയ്യുള്ളൂ എന്ന് അറിയാമെങ്കിൽ ഇവർ ഈ വനപാലകർ എന്ന് പറയുന്ന ഒരു വിഭാഗം നമുക്കുണ്ട്. അവർ കൃത്യമായിട്ട് വനത്തിനെയും വന്യജീവികളെയും വന്യമൃഗങ്ങളെയും എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വകുപ്പാണ്. അവരതിനു വേണ്ടി ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, അവരതിനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അപ്പം ഈ ജീവികൾ ഈ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം ആരിൽ നിന്നാണ് ഈടാക്കേണ്ടത്? ശരിക്കും ഇവരെ റോഡിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്ന ഇല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് വേണ്ട ഈടാക്കാൻ. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ പല പല ജയിലുകളുണ്ട്, സബ് ജയില്, സെൻട്രൽ ജയില്, അങ്ങനെ പല ജില്ലാ ജയില്, അങ്ങനെ പല ജയിലുകളുണ്ട്. പല കാര്യങ്ങളിലും വിചാരണ തടവുകാരായിട്ടും ഇത് പല കുറ്റങ്ങളിലും, ഇതിൽ കൊലപാതകമായാലും മോഷണമായാലും ഇവർ പല കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. ഇവർ മനുഷ്യരാണ്, അവർക്ക് വിവേചന ബുദ്ധിയുണ്ട്, അവർ ചെയ്ത് തെറ്റാണെന്ന് പശ്ചാത്താപമുള്ളവർ കാണുമായിരിക്കും. ഇവർ ഈ ജയിൽ ചാടി പുറത്തിറങ്ങി ഇപ്പം ഏതെങ്കിലും ഒരു കുറ്റം ചെയ്ത ഒരു ജയിൽ കിടക്കുന്ന ജയിൽ പുള്ളി പുറത്തിറങ്ങി അതേ കുറ്റം ആവർത്തിച്ചാൽ അതിന് ആദ്യമായി എന്നിട്ട് അവർ പിടുത്തം കൊടുക്കുന്നില്ല, അവരങ്ങ് പോയി അവർ വീണ്ടും ജയിലിലേക്ക് കയറി തിരിച്ചു കയറുമോ ഇല്ലെങ്കിൽ അവരെ തിരിച്ച് വീണ്ടും ആ ജയിലിൽ വീണ്ടും കൊണ്ടാക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മറ്റൊരാളെ ഇല്ലെങ്കിൽ അവർ തന്നെ വീണ്ടും ചേർന്ന് ആളെ കൊല്ലുന്നു, ഇല്ലേ കക്കുന്നു, ഇല്ല അങ്ങനെ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരവാദി ആരാ? അവർക്ക് ശരിക്കും അവരുടെ ശിക്ഷ ഒന്നുകൂടി വലിപ്പം വെപ്പിച്ച് അവർ ഒന്നുകൂടി ബന്ധവസാക്കുകയല്ലേ സാർ നമ്മളായിട്ട് ചെയ്യുന്നത്? അതല്ലേ നമ്മുടെ ഒരു രീതി. അപ്പം മനുഷ്യനായിട്ടുള്ള ആളുകളെ, വിവേചന ബുദ്ധിയായിട്ടുള്ള ആളുകളെ ശിക്ഷിച്ച് അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ വിവേചന ബുദ്ധി ഇല്ലാത്ത ഈ ആനകളെ ഇല്ലെങ്കിൽ ഈ പന്നികളെ, ഈ പോത്തുകളെ, ഈ കുരങ്ങുകളെ, ഈ മയിലുകളെ, ഇങ്ങനെ ഏത് ജീവികളായാലും ഇവർ ഈ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഇറങ്ങി അതിനെ തടസ്സം ചെയ്യുമ്പോൾ അതിനെ അമർച്ച ചെയ്യേണ്ടതല്ലേ, അല്ലാണ്ട് അതിനെ ഇങ്ങനെ ആഘോഷമായിട്ട് ഒക്കെയാണോ ചെയ്യേണ്ടത്? ഇവരെ കാട്ടിൽ അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെ പിടിച്ച് നമുക്ക് കോന്നി പോലുള്ള സ്ഥലങ്ങളിൽ, കോട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ ആന വളർത്തു കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആന പിടുത്തവും വിപണനവും ഒക്കെ നിരോധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നിട്ട് അവിടെ കൊണ്ട് താമസിപ്പിക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ ട്രെഞ്ച് വെച്ച് വനമേഖലകളിലേക്ക് കയറ്റി അതിനെ കർശനമായിട്ട് നിരീക്ഷിക്കാനും അവരെ അവിടെ സംരക്ഷിക്കാനും വേണമെങ്കിൽ തീറ്റ കൊടുക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഈ വനപാലകരെ ഉപയോഗിക്കട്ടെ. അല്ലാണ്ട് ഇവർ ഈ നാട്ടിലേക്ക് ഇറങ്ങി എന്ത് ചെയ്താലും അത് മുഴുവൻ ഈ മഹാകാര്യമായിട്ട് വാഴ്ത്തിപ്പാടുകയും നാട്ടുകാരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കുറുന്തോട്ടി പറിക്കാനോ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനോ കാട്ടിലേക്ക് കയറി അവനെ ശിക്ഷിക്കുകയും വീട്ടിലിരുന്നായാലും വനമാലകൾക്കെതിരെ ചിന്തിക്കുകയെങ്കിലും ചെയ്താൽ അവനെതിരെ നടപടിയെടുക്കാനായാലും നമ്മുടെ പട്ടയഭൂമിയിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ചെടികളുടെയും വളം വലിച്ചെടുത്തുകൊണ്ട് ഈട്ടി പോലുള്ള വനവിഭവങ്ങൾ പല സ്ഥലങ്ങളും പട്ടയത്തിലൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ്. അതിൻ്റെ ഒരു ചില്ല ഒടിഞ്ഞ് വീണാൽ ഇവർ ഓടി വരും. ഇതെന്തുകൊണ്ട് ഒടിഞ്ഞു വീണു, നിങ്ങൾ നോക്കിയിരുന്നില്ല എന്നൊക്കെ ചോദിക്കും. ഇത് നമുക്കെന്താ വെട്ടിക്കളയാൻ പറ്റുമോ? അതുമില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരണമെന്നാണ് വീണ്ടും എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന 25 മുതൽ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും മനുഷ്യന് കുറച്ചെങ്കിലും വില കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മൃഗങ്ങൾക്ക് വില കൊടുക്കണ്ടെന്നോ മൃഗങ്ങളെ സ്നേഹിക്കണ്ടെന്നോ ഒന്നും അല്ല പറയുന്നത്. ഇവരൊക്കെ മനുഷ്യന് കാലാവസ്ഥയ്ക്കും ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ അവരുടേതായി ജീവിക്കട്ടെ. മുമ്പൊക്കെ നായാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല.
ഇപ്പം 300-350 പന്നിനെ കഴിഞ്ഞ ദിവസം കണ്ടു. 100-300 കിലോ ഉള്ള പന്നികളെ ഒന്ന് മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചു കൂടുക. ഇത്രയും ഈ നാണം കെട്ടിയൊരു പരിപാടി നമ്മുടെ ഈ നാട്ടിലല്ലാതെ വേറെ എവിടെ നടക്കും? ഇത്രയും മനുഷ്യരെ ഈ പല സ്ഥലങ്ങളിലും ആൾക്കാർ പോഷകാഹാരക്കുറവ് മൂലം മരിക്കുന്ന ഈ സ്ഥലത്ത് ഇല്ല ഇങ്ങനെ ഒരു നാട്ടിൽ ഈ ഇത്രയും പോഷക സമ്പുഷ്ടമായ ഈ മാംസങ്ങൾ അത് വെറുതെ ആർക്കും പ്രയോജനപ്പെടുത്താതെ നശിപ്പിച്ച് കളയുന്ന അതുപോലെയുള്ള സംവിധാനങ്ങൾ മാറ്റിയിട്ട് വനവിഭവങ്ങളിലെ വന്യമൃഗങ്ങളൊക്കെ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഉപയോഗിക്കണം. ഇപ്പം ഞാനിത് പറയുമ്പോൾ കുറേ കപട പരിസ്ഥിതിവാദികളും കുറേ കപട മൃഗസ്നേഹികളും ഇറങ്ങി വർത്തമാനം കണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യത്വമായിട്ട് ചിന്തിക്കണം. നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കേണ്ടെന്നോ മൃഗങ്ങളെല്ലാം കൊന്നെടുക്കണമെന്നോ അല്ല പറയുന്നത്, നിയന്ത്രിക്കണം. മനുഷ്യനെ നിയന്ത്രിക്കാനുള്ള സംവിധാനം എന്ന് വെച്ചാൽ ഈ ഒരിടയ്ക്ക് വാസഡ്യം പോലുള്ള കാര്യങ്ങൾ 2 ബക്കറ്റ് ഒക്കെ ഫ്രീ കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഈ ജനന നിയന്ത്രണത്തിന് വേണ്ടി ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അപ്പം പിന്നെ അത് ഈ മൃഗങ്ങളുടെ പേരിൽ വരുത്താൻ പാടില്ലേ? ഇപ്പം അതിപ്പോൾ പല കാര്യങ്ങളിൽ ഈ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പലരും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ തെരുവ് നായകൾക്ക് വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ കണ്ടു, അവരെ വിളിച്ചുകൊണ്ട് പോയി 1-2 മാസം താമസിപ്പിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് അവരുടെ ശരീരം നന്നാക്കി അവരെ വന്ധ്യീകരണം ചെയ്ത് വീണ്ടും അടുത്ത സ്ഥലത്ത് കൊണ്ട് വിടുന്നു. അങ്ങനെ ലക്ഷങ്ങളോ കോടികൾ എഴുതി മാറ്റുന്ന സംവിധാനങ്ങളുണ്ട്. അതല്ല, ക്രിയാത്മകമായിട്ട് സാധാരണ മനുഷ്യന് ഗുണമുണ്ടാകുന്ന രീതിയിൽ വനവും പരിസ്ഥിതിയും എല്ലാ സംവിധാനങ്ങളും സംരക്ഷിക്കുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാകേണ്ടത്. അല്ലാതെ ഇതുപോലെയുള്ള പടയപ്പകളും പിടിച്ചുകൊണ്ട് പോയ ആനയും ഇല്ലെങ്കിൽ അതുപോലെ ഏത് പേരിട്ട് വിളിക്കുന്ന ഏത് മഹത്തായ പേരിട്ട് വിളിക്കുന്ന സംഭവങ്ങളായാലും അതിനെല്ലാം ഒതുക്കേണ്ടതാണെങ്കിൽ ഒതുക്കി, ഇല്ലെങ്കിൽ കൊന്നുകളയണമെങ്കിൽ കൊന്നുകളയണമെന്നേ. അല്ലാതെ മനുഷ്യരാശിക്ക് ഭീഷണിയായിട്ട് വരുന്നത്. ഇപ്പോൾ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്നു, റേഷൻ കട പല പ്രാവശ്യം തുറക്കുന്നു, പഴക്കടകൾ തുറക്കുന്നു, പലചരക്കടകൾ തുറക്കുന്നു. ഇതൊക്കെ വലിയ ആഘോഷമായിട്ട് കൊട്ടിഘോഷിക്കുക. അതല്ല വേണ്ടത്. ഒരു പ്രാവശ്യം തകർത്തു, മനുഷ്യരുടെ കാര്യം പറയാതെ അങ്ങോട്ട് വന്നേക്കരുത്, എൻ്റെ കട തുറക്കരുതെന്ന് പറയാം. ഇതൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് വീണ്ടും ഇത്ര ആഘോഷമായിട്ട് വരുന്നു. അതിനെ വെടിവെച്ചോ വെട്ടിയോ അല്ലെങ്കിൽ എങ്ങനെയോ കൊന്നോ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യണമെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതുങ്ങളെ കൊണ്ടുപോയി മനുഷ്യന് ദോഷമില്ലാത്ത രീതിയിൽ വളർത്തുക. മനുഷ്യൻ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന റോഡ് അവിടെ ഇറങ്ങാൻ ഉള്ള അനുവാദത്തിന് ഇവർക്ക് തന്നെ ആയിരിക്കണം. കള്ളു കുടിച്ചിട്ട് റോഡിൽ മനുഷ്യൻ ഇറങ്ങാൻ പാടില്ല. അപ്പം ഇത് ഈ കഞ്ചാവ് വലിച്ചതിനേക്കാൾ കഷ്ടമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള കുരങ്ങനും ഈ കരിമ്പുലിയും കാട്ടാനയൊക്കെ റോഡിലേക്ക് ഇറങ്ങുള്ള അവസ്ഥ തന്നെ. അപ്പം മനുഷ്യനാണ് ഇവിടെ വല്ല മൃഗത്തിനാണ്. ഇനിയെങ്കിലും മനുഷ്യന് വിലയുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. അതിനുവേണ്ടി എല്ലാ സാധാരണ മനുഷ്യരും, മൃഗസ്നേഹികളും അല്ലാത്തവരും മനുഷ്യസ്നേഹികളായിട്ടുള്ളവരും ഒന്നിച്ച് നിൽക്കണം, അതിനുവേണ്ടി ചിന്തിക്കണം, പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെ ആശംസകൾ തരുന്നു.